നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഹരി ഓം. ഓം ശ്രീ ഗുരു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 16-ാം അധ്യായം നമ്മൾ രാവിലെ പകുതിയെടുത്തു. ഇനി ബാക്കി 18ഓളം ശ്ലോകങ്ങളുണ്ട്. അതിപ്പോൾ തീർക്കാം. പരശുരാമചരിതമാണ് നമ്മൾ രാവിലെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ്. കുറച്ചേ ഉള്ളൂ പരശുരാമചരിതം. 4-5 ശ്ലോകങ്ങളേ ഉള്ളൂ ബാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാമിത്ര കഥയും കൂടി പറഞ്ഞുകൊണ്ടാണ്, വിശ്വാമിത്ര ചരിതത്തിൻ്റെ ചുരുക്കം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അങ്ങനെ പുരൂരവസിൻ്റെ 5 മക്കളുടെ പരമ്പരകളെക്കുറിച്ച് പറഞ്ഞു. അതിൽ വിജയൻ എന്ന പുത്രന്റെ വംശമാണ് കൂടുതലായിട്ട് വിസ്തരിച്ചത്. ആ വംശത്തിലാണ് ഇപ്പോൾ പരശുരാമനൊക്കെ വന്ന് അവതരിച്ചത്. ഇനി അത് കഴിഞ്ഞ് 17-ാം അധ്യായം മുതൽക്ക് ആയു എന്ന് പറഞ്ഞ പുരൂരവസിന്റെ മൂത്ത പുത്രന്റെ വംശത്തെ പറയുകയാണ്. ആ ആയുവിന്റെ വംശത്തിലാണ് പിന്നീട് നഹുഷൻ, യയാതി, യദുമഹാരാജാവ്, പൂരു മുതലായ പ്രമുഖരെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശം ആയുവിന്റെ വംശമാണ്. പുരൂരവസിന്റെ മൂത്തപുത്രനായ ആയുവിന്റെ വംശമാണ് യദുവംശത്തിന്റെ പൂർവീക വംശം. അങ്ങനെ നവമസ്കന്ധം അവസാനം വരേക്ക് ഇനി ആയുവിന്റെ വംശമാണ് 17-ാം അധ്യായം മുതൽക്ക്. 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു മുൻകൂർ നോട്ടീസ് തരികയാണ് എല്ലാവർക്കും. ഒരു എന്താ പറയുക, ഒരു പ്രിസംഷൻ, എന്താ പറയുക, നമ്മളെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് 16-ാം അധ്യായം വായിക്കാം. എന്നിട്ട് നിർത്തി അവിടെ നിന്ന് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ഷോഡശോऽധ്യായഃ. ശ്രീശുക ഉവാച. പിത്രോപശിക്ഷിതോ രാമഃ തഥേതി കുരുനന്ദന സംവത്സരം തീർത്ഥയാത്രാം ചരിത്വാശ്രമമാവ്രജത്. കദാചിത് രേണുകായാതാ ഗംഗായാം പദ്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭിർ അപശ്യത. വിലോകയന്തി ക്രീഡന്തം ഉദകാർത്ഥം നദീം ഗദാ
ഹോമവേളം ന സസ്മാര കിഞ്ചിത് ചിത്രരഥസ്പൃഹാ കാലാദ്യയം തം വിലോക്യ മുനേഃ ശാപവിശങ്കിത ആഗത്യ കലശം തസ്ഥൗ പുരോധായ കൃതാഞ്ജലിഃ വ്യഭിചാരം മുനിർജ്ഞാത്വാ പത്ന്യാഃ പ്രകുപിതോബ്രവീത് ഘ്നതൈനാം പുത്രകാ പാപാം ഇത്യുക്താസ്തേന ന ചക്രിരേ തേ ന ചക്രിരേ രാമഃ സഞ്ജോതിതഃ പിത്രാ ഭ്രാതॄന്മാത്രാ സഹാവദീത് പ്രഭാവജ്ഞോ മുനേ സമ്യക് സമാദേഃ തപസശ്ച സഹ വരേണ ഛന്ദയാമാസ പ്രീതഃ സത്യവതീ സുതഃ വവ്രേ ഹതാനാം രാമോപി ജീവിതം ച അസ്മൃതിം വദേ ഉത്തസ്തുസ്തേ കുശലിനോ നിദ്രാപായൈവാഞ്ജസ പിതൃവിദ്വാൻ തപോ വീര്യം രാമശ്ചക്രേ സുഹൃദ്വദം യേ അർജുനസ്യ സുതാ രാജൻ സ്മരന്തഃ സ്വപിതുർവധം രാമവീര്യപരാഭൂതാഃ ലേഭിരേ ശർമ്മ ന ക്വചിത് ഏകദാ ആശ്രമതോ രാമേ സഭ്രാതരിവനംഗതേ വൈരം സിസാദൈഷവോ ലബ്ധഛിദ്രാ ഉപാഗമൻ ദൃഷ്ട്വാഗ്ന്യകാരാസീനം ആവേശിതധിയം മുനിം ഭഗവത്യുത്തമശ്ലോകേ ജഗ്നുസ്തേ പാപനിശ്ചയാഃ യാച്യമാനാ കൃപണയാ രാമമാത്രാദിദാരുണാഃ പ്രസഹ്യ ശിര ഉത്കൃത്യ നിന്യുസ്തേ ക്ഷത്രബന്ധവഃ രേണുകാ ദുഃഖശോകാർത്താ നിഘ്നന്ത്യാത്മാനമാത്മനാ രാമ രാമ ഏഹി താത ഇതി വിചുക്രോശ ഉച്ചകൈ സതീ തദുപസൃത്യ ദൂരസ്ഥോ ഹാ രാമേത്യാർത്തവൽസ്വനം ത്വരയാശ്രമമാസാദ്യ ദദൃശേ പിതരം ഹതം തൽ ദുഃഖരോഷാമർഷാർത്തിശോകവേഗവിമോഹിതഃ ഹാ താത സാധോ ധർമ്മിഷ്ഠ ത്യക്ത്വാസ്മാൻ സ്വർഗതോ ഭവാൻ വിലപ്യൈവം പിതുർദേഹം നിധായ ഭ്രാതൃഷു സ്വയം പ്രഗൃഹ്യ പരശും രാമഃ ക്ഷത്രാന്തായ മനോദധേ ഗത്വാ മാഹിഷ്മതീം രാമോ ബ്രഹ്മഗ്ന വിഹതശ്രിയം തേഷാം സശീർഷബീരാജൻ മധ്യേ ചക്രേ മഹാഗിരിം തദ്രക്തേന നദീം ഘോരാം അബ്രഹ്മണ്യഭയാവഹാം ഹേതും കൃത്വാ പിതൃവദം ക്ഷത്രേ അമംഗളകാരിണി ത്രിസപ്ത കൃത്വ പൃഥുവീം കൃത്വാ നിക്ഷത്രിയാം പ്രഭുഃ സമന്തപഞ്ചകേ ചക്രേ ശോണിതോദാൻ ഹൃദാൻ നൃപ പിതുക്കായേന സന്ധായ ശിരാദായ ബർഹിഷി സർവദേവമയം ദേവം ആത്മാനമയ ജന്മഗൈഃ ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അദ്വർയവേ പ്രതീചീം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം അന്യേഭ്യോ വാന്തരദിശഃ കശ്യപായ ച മധ്യതഃ ആര്യാവർത്തമുപദ്രഷ്ട്രേ സദസ്യേഭ്യസ്തതഃ പരം തതശ്ചാവഭൃതസ്നാനവിദൂതാശേഷകിൽബിഷഃ സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്രൈവാംശുമാൻ സ്വദേഹം ച മദഗ്നിസ്തു ലബ്ധ്വാ സംജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സോഭൂത് സപ്തമോ രാമപൂജിതഃ ജാമദഗ്ന്യോപി ഭഗവാൻ രാമഃ കമലലോചനഃ ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹദ് ആസ്തേദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡഃ പ്രശാന്തധീഃ ഉപഗീയമാനചരിതഃ സിദ്ധഗന്ധർവചാരണൈഃ ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരഃ അവതീര്യ പരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ ഗാഭേരഭൂത് മഹാതേജാ സമിദ്ദൈവ പാവകഃ തപസാ ക്ഷാത്രമുത്സൃജ്യ യോ ലേഭേ ബ്രഹ്മവർച്ചസം വിശ്വാമിത്രസ്യ ചൈവാസൻ പുത്ര ഏകശതം നൃപ മധ്യമസ്തു മധുച്ഛന്ദ സയേവതേ പുത്രം കൃത്വാ ശുനശേപം ദേവരാജം ച ഭാർഗവം
ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠ ഏഷ പ്രകൽപ്യതാം യോ വൈ ഹരിശ്ചന്ദ്രമഘോ വിക്രീതഃ പുരുഷ യോ വൈ ഹരിശ്ചന്ദ്രമഘേ വിക്രീതഃ പുരുഷഃ പശുഃ സ്തുത്വാ ദേവാൻ പ്രജേശാദീൻ മുമുചേ പാശബന്ധനാത് യോ രാതോ ദേവയജനെ ദേവൈർഗാദിഷു താപസഃ ദേവരാത ഇതി ജ്ഞാതഃ ശുനശ്ശേഭസ്സ ഭാർഗവഃ യേ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഃ കുശലം മേനിരേന തദ് അശപത് താൻ മുനിഃ ക്രുദ്ധോ മ്ലേച്ഛാ ഭവത ദുർജനാഃ സഹോവാച മധുച്ഛന്ദാഃ സാർദ്ധം 50 തതഃ യന്നോ ഭവാൻ സഞ്ജാനീതേ തസ്മിൻ തിഷ്ഠാമഹേ വയം ജ്യേഷ്ഠം മന്ത്രദൃശം ചക്രുഃ ത്വാമന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രസുതാനാഃ വീരവന്തോ ഭവിഷ്യതഃ യേ മാനം മേ അനുഗൃഹ്ണന്തോ വീരവന്തമകർത്തമാം ഏഷവ കുശികാ വീരോ ദേവരാദത്തമന്വിത അന്യേ ചാഷ്ടകഹാരീത ജയക്രതുമദാദയഃ ഏവം കൗശികഗോത്രം തു വിശ്വാമിത്രൈഃ പൃഥഗ്വിദം പ്രവരാന്തരമാപന്നം തദ്ധി ചൈവം പ്രകൽപ്പിതം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. സൗണ്ട് ഇല്ലേ? എല്ലാവർക്കും അങ്ങനെയുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. സൗണ്ട് ഇല്ലാത്തവർ, സൗണ്ട് ഉള്ളവർ നമുക്കൊന്ന് പറയൂ, നോക്കട്ടെ. എന്താ പ്രശ്നം? മഴ കാരണമായിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഉണ്ടാവില്ലായിരിക്കാം. അതാ ഉണ്ട്, ഒരു ഭാഗത്തുണ്ട്. ഇനി എവിടെയൊക്കെ ഉള്ളത് നോക്കട്ടെ. ഡൽഹിക്കാരാണ് ഉണ്ടെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുണ്ട്, തൊടുപുഴയിലും ബോംബെയിലും ബംഗളൂരിലും എല്ലാം ഉണ്ട്. ഓക്കെ, മഴ കാരണമാണ്. താങ്ക് യു. മതി. അപ്പം ചിലർക്ക് മാത്രമേ ഉള്ളൂ. അത് അവരുടെ സെറ്റിൻ്റെ കുഴപ്പമായിരിക്കാം. സെറ്റൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലും അറിയാം. അല്ലെങ്കിൽ അതിൽ വോയിസ് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. നല്ല സൗണ്ട് ഉണ്ട്. അതെ, നല്ല ഇത്രയും വ്യക്തമായിട്ട്, ഇത്രയും വ്യക്തം ശബ്ദത്തിൽ വായിച്ചിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? നാരായണ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് പരശുരാമ ചരിതത്തിലേക്ക് വരാം. പരശുരാമൻ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയ കാർത്തവീര്യാർജുനനെ വധിച്ച കഥയാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഈ അധ്യായം അതിന്റെ തുടർച്ചയായിട്ട് അച്ഛന്റെ നിർദ്ദേശപ്രകാരം തീർത്ഥാടനം പോയ പരശുരാമൻ തിരിച്ചു വന്നു. പിന്നീട് പരശുരാമന്റെ അമ്മ രേണുകാദേവി ഒരു അപരാധം ചെയ്തു. അതിന് അച്ഛൻ പറഞ്ഞത് പ്രകാരമുള്ള ആ കാര്യം അദ്ദേഹം നടപ്പിലാക്കി. അമ്മയുടെ ശിരച്ഛേദം ചെയ്തു.
സന്തോഷിച്ചതായിട്ടുള്ള അച്ഛൻ വരം കൊടുത്തപ്പോൾ തന്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടണമെന്നും അവർ അവരുടെ ശിരച്ഛേദം ചെയ്ത വിവരം അറിയരുത്, ഓർക്കരുത് എന്നും വരം ചോദിച്ചു. അത് പ്രകാരം തപസ്വിയായ ജമദഗ്നി അനുഗ്രഹിച്ചു. അപ്പോ പിന്നീട് കാർത്തവീര്യാർജുനന്റെ 10,000 മക്കൾ അച്ഛനെ വധിച്ചതിന്റെ പ്രതികാരം ചെയ്യാനായിട്ടുള്ള ആ അവസരം കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കൽ രാമനും ജ്യേഷ്ഠന്മാരും ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് അമ്മയും അച്ഛനും മാത്രമുള്ളപ്പോൾ അവിടെ വരികയും ധ്യാനനിരതനായിരുന്ന യാഗശാലയിൽ അല്ലെങ്കിൽ അഗ്നിഹോത്രശാലയിൽ സമാധിനിഷ്ഠനായിരുന്ന പിതാവായിട്ടുള്ള ജമദഗ്നിയെ അവർ ശിരച്ഛേദം ചെയ്യുകയും അമ്മ കരഞ്ഞു കാല് പിടിച്ചിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ട് അവർ പോയി. ഇത് അമ്മ പാവിട്ട് നിലവിളിച്ചതായിട്ടുള്ള സമയത്ത് ആ വിളികേട്ട് രാമനെത്തി ജ്യേഷ്ഠന്മാരെ അച്ഛന്റെ ശരീരം ഏൽപ്പിച്ച് ഇത് കാത്തുകൊള്ളൂ, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പരശുവും എടുത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ മാഹിഷ്മതിയിലേക്ക് ചെന്നു 10,000 മക്കളുടെ ശിരസ് കൊണ്ടൊരു മല ഉണ്ടാക്കി. അങ്ങനെ തന്റെ കോപം ശമിപ്പിച്ച് അച്ഛന്റെ ശിരസ്സുമായി വന്ന് ജമദഗ്നിയുടെ ശരീരവുമായിട്ട് അതിനെ ചേർത്ത് വെച്ച് ജീവൻ കൊടുത്തു. പിന്നീട് താൻ അനേക ക്ഷത്രിയരെ വധിക്കുന്നു. ദുഷ്ടന്മാരായ ക്ഷത്രിയരെ 21 വട്ടം വധിക്കുന്നു. അവരുടെ രക്തം കൊണ്ട് സമന്തപഞ്ചകം എന്നൊരു തീർത്ഥം കുരുക്ഷേത്രത്തിൽ നിർമ്മിക്കുന്നു. പിന്നീട് ഭഗവാനെ, അദ്ദേഹം ആത്മസ്വരൂപം തന്നെയായ ഭഗവാനെ യാഗം കൊണ്ട് യജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 20-ാം ശ്ലോകം വരെ പറഞ്ഞ് നിർത്തിയത്. ഇനി 21 മുതൽക്കുള്ള ശ്ലോകം നമുക്ക് കാണാം. താങ്ക് യു. 21 മുതൽ ശ്ലോകങ്ങൾ കാണാം. ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വർയവേ പ്രതീജീം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം അന്യേഭ്യോ വാന്തരദിശഃ കശ്യപായ ച മദ്യതഃ ആര്യാവർത്തമുപദ്രഷ്ട്രേ സദസ്യേഭ്യസ്തതഃ പരം. ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വർയവേ പ്രതീജീം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം. ഈ ശ്ലോകം ഇതേപോലെ നമ്മൾ ഏതാനും ദിവസം മുമ്പ് വായിച്ചേ ഉള്ളൂ. എവിടെയാണ്? ഓർമ്മയുണ്ടോ? ഇതേപോലെ മാറ്റമേ ഇല്ല. ഇപ്പൊ നമ്മൾ 16-ാം അധ്യായത്തിലാണ്, 11-ാം അധ്യായത്തിലാണ് വായിച്ചത് അല്ലേ? ശ്രീരാമസ്വാമി അഭിഷേകം കഴിഞ്ഞ ശേഷം അനേക യാഗങ്ങൾ ചെയ്യുന്ന കഥ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം യാഗം ചെയ്ത് ദിക്കുകളെയെല്ലാം പുരോഹിതന്മാർക്ക് ദാനം ചെയ്തത് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഇതേ വാക്കുകൾ തന്നെയാണ്. ദദൗ പ്രാചീം ദിശം ഹോത്രേ ബ്രഹ്മണേ ദക്ഷിണാം ദിശം അധ്വർയവേ പ്രതീചീം വൈ ഉദ്ഗാത്രേ ഉത്തരാം ദിശം. വേണമെങ്കിൽ നോക്കാലോ. നവമസ്കന്ധം 11-ാം അധ്യായം. രണ്ടാം ശ്ലോകം തന്നെ, 11-ാം അധ്യായത്തില് 2-ാം ശ്ലോകം. ശ്രോത്രേ അദാദിശം പ്രാചീം ബ്രഹ്മണേ ദക്ഷിണാം പ്രഭു അധ്വർയവേ പ്രതീജീം ച ഉദീജീം സാമഗായ സഹ. ചെറിയ വ്യത്യാസങ്ങൾ. സാമഗായ എന്നുള്ളതിന് ഉദ്ഗാത്രേ എന്നുണ്ട്. അതുപോലെ തിരിച്ച് ദദൗ പ്രാചീം ദിശം ഹോത്രേ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ. 11-ൽ 2-ാം ശ്ലോകം.
അത് തന്നെയാണ് ഇവിടെ 21-ാം ശ്ലോകവും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം ഇനി പറയേണ്ട ആവശ്യമില്ല അല്ലേ. നാരായണ. ഇപ്പം എന്താ പറഞ്ഞത്? അദ്ദേഹം പരശുരാമൻ തൻ്റെ പാപ മോചനത്തിനായിക്കൊണ്ട് യാഗങ്ങൾ ചെയ്തു. അതാണ് സർവദേവമയം ദേവം ആത്മാനം അയജൻ മഖൈഹി, മഖങ്ങളെ കൊണ്ട് യജിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് യാഗശേഷം പുരോഹിതന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്നതിന് പകരം ഭൂമിയെ തന്നെ കൊടുക്കുകയാണ്. അതാണ് ദദൗ പ്രാചീൻ ദിശം ഹോത്രേ. ഹോത്രേ ഹോതാവിനായിക്കൊണ്ട് പ്രാചീൻ ദിശം ദദൗ, കിഴക്കേ ദിക്കിനെ കൊടുത്തു. ചാതുർഹോത്രം എന്ന് പറയുന്ന ചടങ്ങാണ് യാഗം. 4 ഹോതാക്കളോടുകൂടി അഥവാ 4 പുരോഹിതന്മാരുള്ളതാണ്. അതിൽ കിഴക്ക് ഭാഗത്തിരിക്കുന്ന ആളാണ് ഹോതാവ്, തെക്ക് ഭാഗത്തിരിക്കുന്ന ആള് ബ്രഹ്മൻ, പടിഞ്ഞാറ് ഭാഗത്ത് അധ്വർയു, ഉദ്ഗാതാവ് വടക്ക് ഭാഗത്ത്. അപ്പൊ അവരിയ്ക്കുന്ന അതാത് ദിക്ക് നിങ്ങൾ അങ്ങോട്ട് എടുത്തോളൂ എന്ന് പറയുകയാണ്. അതാണ് ദിശം പ്രാചീൻ ദിശം ഹോത്രേ ദദൗ. ഹോതാവിന് കിഴക്കേ ദിക്കിനെ കൊടുത്തു. ബ്രഹ്മണേ ദക്ഷിണാം ദിശം, ബ്രഹ്മൻ എന്ന പുരോഹിതന് ദക്ഷിണ ദിക്കിനെ കൊടുത്തു. അധ്വർയു എന്ന് പറയുന്ന പുരോഹിതന് പ്രതീചി അഥവാ പടിഞ്ഞാറ് ദിക്കിനെ കൊടുത്തു. ഉദ്ഗാത്രേ ഉത്തരാം ദിശം, ഉദ്ഗാതാവിനായിക്കൊണ്ട് വടക്ക് ദിക്കിനെയും ദാനം ചെയ്തു. അന്യേഭ്യോ അവാന്തര ദിശ കശ്യപായ ച മധ്യത ആര്യാവർത്തമുപദ്രഷ്ട്രേ സദസ്യേഭ്യസ്തതഃ പരം. അന്യേഭ്യോ അവാന്തര ദിശ. ഇനി മറ്റു ബ്രാഹ്മണരും വെറും കൈയോടെ പോണ്ട, നിങ്ങൾ ഇടയ്ക്കുള്ള ദിക്കുകളൊക്കെ എടുത്തോളൂ. അവാന്തരം എന്ന് പറഞ്ഞാൽ കോണുകള്. കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇങ്ങനെയുള്ള 4 അവാന്തര ദിക്കുകളെ മറ്റു പല ബ്രാഹ്മണർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തു. കശ്യപായച്ച മധ്യത, കശ്യപൻ എന്ന ബ്രാഹ്മണന് മധ്യഭാഗത്ത് ഭൂമി കൊടുത്തു. മധ്യത. ആര്യാവർത്തം ഉപദ്രഷ്ട്രേ, ആര്യാവർത്തം ഉപദ്രഷ്ടാവിനായിക്കൊണ്ട്, ഉപദ്രഷ്ട എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ള ഒരു പുരോഹിതനുണ്ട്, അടുത്തിരുന്നെല്ലാം നോക്കിക്കാണുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപദ്രഷ്ട, സാക്ഷിയായിരിക്കുന്ന ഒരാൾ, അയാൾക്കായിട്ട് കൊടുത്തു. പിന്നെ സദസ്യേഭ്യ തതഃ പരം, സദസ്സിലുള്ളവർക്കായിക്കൊണ്ട് ബാക്കി എന്തൊക്കെ ശേഷിച്ചിട്ടുണ്ടോ അതിനെയൊക്കെയും കൊടുത്തു. ദദൗ എന്ന് താല്പര്യം, എല്ലാവർക്കും ദദൗ, ദദൗ ദാനം ചെയ്തു. ആര്? രാമഃ, രാമഃ ദദൗ. ആർക്കായിക്കൊണ്ട് എന്തെന്ത് കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ രാമൻ തന്റെ കയ്യിലുള്ളതെല്ലാം താൻ ശക്തി കൊണ്ട്, തന്റെ പരാക്രമം കൊണ്ട് രാജാക്കന്മാരെയൊക്കെ വധിച്ച് ഭൂമി മുഴുവൻ ആർജിച്ചിരുന്നു, തന്റേതാക്കിയിരുന്നു. അതിനെല്ലാം ബ്രാഹ്മണർക്കായിക്കൊണ്ട് വിവിധ രീതിയിൽ വിഭജിച്ചു കൊടുത്തു. തതശ്ച അവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷഃ സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്ര ഇവാംശുമാൻ. തതശ്ചാവഭൃതസ്നാന വിധൂതാശേഷകിൽബിഷഃ സരസ്വത്യാം ബ്രഹ്മനദ്യാം രേജേ വ്യഭ്ര ഇവാംശുമാൻ. തതഃ അനന്തരം, ദാനാനന്തരം അവഭൃതസ്നാന വിധൂത അശേഷകിൽബിഷഃ, യാഗം പൂർത്തീകരിക്കുന്നതിന്റെ ചടങ്ങായിട്ടുള്ള അവഭൃതസ്നാനം ചെയ്തു. ആ അവഭൃതസ്നാനം ചെയ്ത് വിധൂതം വിശേഷേണ ദൂനനം കൃതം, നന്നായി കഴുകിക്കളഞ്ഞത്, ശുദ്ധീകരിച്ചത് എന്ത്? അശേഷ കിൽബിഷങ്ങൾ, എല്ലാ പാപങ്ങളെയും നല്ലതുപോലെ നശിപ്പിച്ചവനായി, നല്ലതുപോലെ കഴുകിക്കളഞ്ഞ് ശുദ്ധനായി എന്നർത്ഥം. അപ്പൊ തനിക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്തത്, തന്റെ സ്വാർത്ഥത കൊണ്ട് രാജാക്കന്മാരെ കൊന്നതല്ല, തനിക്ക് അവരുടെയൊക്കെ രാജ്യം പിടിച്ചടക്കി അതൊക്കെ അതിന്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല പരശുരാമൻ ഇവരെയെല്ലാം വധിച്ചത്. പിന്നെയോ അവരെല്ലാം അധർമ്മകാരികളായതുകൊണ്ട്, എന്താ പറയുക, ഭൂമിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്, ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട്, ദുഷ്ടന്മാരായിട്ടുള്ള അവരുടെ തെറ്റുകൾ സഹിക്കവയ്യാതായതുകൊണ്ട് അവരെയെല്ലാം വധിച്ചു. എന്നിട്ട് താൻ എന്തെങ്കിലും
തെറ്റുകൾ അതിലൂടെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹിംസ എന്നുള്ളതായിട്ടുള്ള പാപത്തിന്റെ അഴുക്കുകളെല്ലാം പാപങ്ങളെല്ലാം കഴുകിക്കളയാനായിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് യാഗങ്ങളും ദാനങ്ങളും എല്ലാം ചെയ്ത് അവഭൃത സ്നാനവും കഴിച്ച് എല്ലാം കഴുകിക്കളഞ്ഞു, ശുദ്ധനായി എന്നർത്ഥം. എവിടെയാണ് അവഭൃത സ്നാനം ചെയ്തത് എന്ന് പറയണ സരസ്വത്യാം ബ്രഹ്മനദ്യാം, ബ്രഹ്മനദിയാകുന്ന സരസ്വതി നദിയിലാണ് സ്നാനം ചെയ്തത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അന്ന് സരസ്വതി നദി ആ വഴിക്ക് ഒഴുകുകയാണ്. രാജസ്ഥാൻ ഗുജറാത്ത് വഴിക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. ആ കാലത്ത് സരസ്വതി നദിയിൽ അവഭൃത സ്നാനം ചെയ്തു. ഇനി യഥാർത്ഥത്തിൽ ആ സരസ്വതി എന്നുള്ളത് എന്താ പറയുക, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായിട്ടുള്ളവളാണ്, എല്ലാറ്റിൻ്റെയും രസമായിട്ടുള്ളവളാണ്, ആനന്ദസ്വരൂപിണിയാണ്, ബ്രഹ്മവിദ്യയാണ് സരസ്വതി. അപ്പൊ ആ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ടുള്ള സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള സരസ്വതിയാകുന്ന ബ്രഹ്മനദിയിൽ സ്നാനം ചെയ്തു. എന്നിട്ടോ രേജേ വ്യബ്രഹ ഇവ അംശുമാൻ, രേജേ രാജിച്ചു, പ്രകാശിച്ചു, ശോഭിച്ചു. ഏതുപോലെ? അംശുമാൻ ഇവ, അംശുമാൻ സൂര്യൻ, കിരണങ്ങളോടുകൂടിയവൻ, അംശുക്കളോടുകൂടിയവൻ അംശുമാൻ. എങ്ങനെയുള്ള അംശുമാൻ? വ്യബ്രഹ അംശുമാൻ ഇവ. വ്യബ്രഹ എന്ന് പറഞ്ഞാല് അബ്രം എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. അപ്പൊ വ്യബ്രൻ എന്ന് പറഞ്ഞാലോ വിശേഷണ വിഗതമായ അബ്രങ്ങളോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ അബ്രങ്ങൾ നീങ്ങിയവൻ. മേഘങ്ങളില്ലാതെ മേഘരഹിതമായ ആകാശത്ത് ശോഭിക്കുന്ന സൂര്യനെ പോലെ സൂര്യ തേജസ്സോടെ അദ്ദേഹം ശോഭിച്ചു എന്നർത്ഥം. അപ്പോ ഇവിടെ മേഘങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നത് മുമ്പ് ചെയ്ത പാപങ്ങൾ കിൽബിഷങ്ങളാണ്. ആ കിൽബിഷങ്ങളൊക്കെ കഴുകിക്കളഞ്ഞതോടുകൂടി പാപങ്ങളാകുന്ന മേഘങ്ങളെയെല്ലാം ദൂരീകരിച്ച് എന്താ പറയുക, നട്ടുച്ചയ്ക്ക് നല്ല വേനൽക്കാലത്ത് ഉത്തരായന കാലത്ത് തെളിഞ്ഞ് പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അദ്ദേഹം പ്രകാശിച്ചു എന്ന് രേജേ വ്യബ്ര അംശുമാൻ ഇവ. സ്വദേഹം ജമദഗ്നിസ്തൂലബ്ധ്വാ സംജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സ്വഭൂത സപ്തമോ രാമപൂജിതഃ. സ്വദേഹം ജമദഗ്നിസ്തു ലബ്ധ്വാ സംജ്ഞാനലക്ഷണം ഋഷീണാം മണ്ഡലേ സ്വഭൂത സപ്തമോ രാമപൂജിതഃ. ആ ജമദഗ്നിഹീതു പിതാവായ ജമദഗ്നിയാവട്ടെ രാമപൂജിത, പരശുരാമനാൽ ബഹുമാനിതനായിട്ട് പൂജിതനായിട്ടുള്ള അദ്ദേഹം സ്വദേഹം ലബ്ധ്വാ, തന്റെ ദേഹം തിരിച്ചു കിട്ടി, തന്റെ എന്താ പറയുക ശരീരം കാർത്തവീര്യാർജുന പുത്രന്മാർ നശിപ്പിച്ചത് തിരിച്ചു കിട്ടി. അങ്ങനെ സ്വദേഹം സംജ്ഞാന ലക്ഷണം, എങ്ങനെയുള്ളത്? സംജ്ഞാന ലക്ഷണത്തോടു കൂടിയ ദേഹം എന്ന് പറഞ്ഞാലോ ചൈതന്യമാകുന്ന ലക്ഷണത്തോടു കൂടിയത്, ബോധമാകുന്ന ലക്ഷണത്തോടു കൂടിയത്, ജ്ഞാനമാകുന്ന ലക്ഷണത്തോടു കൂടിയത് എന്നൊക്കെ അർത്ഥം. ഇപ്പൊ പരിപൂർണ ചൈതന്യ സ്വരൂപമാകുന്ന ശരീരം തിരിച്ചു കിട്ടിയിട്ട് സ്വദേഹം ലബ്ധ്വ ഋഷീണാം മണ്ഡലേ സ്വഭൂത് സപ്തമഃ. ഋഷീണാം മണ്ഡലേ എന്ന് പറഞ്ഞാൽ സപ്തർഷീണാം മണ്ഡലേ, സപ്തർഷിമാരുടെ സമൂഹത്തിൽ സപ്തമഃ അഭൂത്, ഏഴാമനായി ഭവിച്ചു എന്നർത്ഥം. അപ്പൊ ഈ വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷികളിൽ ഒരാളാണ് ജമദഗ്നി. വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷികൾ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇപ്പൊ ആരൊക്കെയാണ് ഈ വൈവസ്വത മന്വന്തരത്തിലെ സപ്തർഷികൾ എന്നാണെങ്കിൽ കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ. ഇവരാണ് ഇപ്പോഴത്തെ സപ്തർഷികൾ. ഓരോ മന്വന്തരങ്ങളിലും സപ്തർഷികൾ മാറും എന്നുള്ളത് നമ്മൾ അഷ്ടമസ്കന്ധം മന്വന്തരാനുചരിതം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വൈവസ്വത മന്വന്തരത്തിലാണ് ജമദഗ്നി സപ്ത ഋഷികളിൽ ഒരാളായി ശോഭിക്കുന്നത്. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജ. തുടർന്ന്
പരശുരാമന്റെ ചരിത്രം 2-3 ശ്ലോകം കൂടി പറയുന്നു. ജാമദഗ്നിയോപി ഭഗവാൻ രാമഃ കമലലോചനഃ ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ജാമദഗ്നിയോപി ഭഗവാൻ രാമഃ കമലലോചനഃ ആഗാമിന്യന്തരേ രാജൻ വർത്തയിഷ്യതി വൈ ബൃഹത്. ജാമദഗ്നിയഃ ഭഗവാൻ രാമഃ. ജാമദഗ്നിയൻ ജമദഗ്നി പുത്രൻ. ഭഗവാൻ രാമഃ ഭഗവാൻ തന്നെയായ സർവജ്ഞനായിരിക്കുന്ന ഐശ്വര്യാദി പരിപൂർണനായിരിക്കുന്ന ഭഗവാന്റെ അംശമായിരിക്കുന്ന രാമഃ പരശുരാമഃ കമലലോചനഃ. അദ്ദേഹത്തെ താമരക്കണ്ണനായി വർണ്ണിച്ചിരിക്കുന്നു. ആ കമലലോചനൻ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, ആഗാമിനി അന്തരേ, ആഗാമിനി അന്തരേ, ആഗാമിന്യന്തരേ, ആഗാമിനി അന്തരേ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന അന്തരത്തിൽ, വരാനിരിക്കുന്നത് അടുത്ത സാവർണി മന്വന്തരത്തിൽ എന്നർത്ഥം. അന്തരം മന്വന്തരം, വരാനിരിക്കുന്ന ഏതാണ്? സാവർണി മന്വന്തരം. അപ്പൊ സാവർണി മന്വന്തരത്തിൽ വർത്തയിഷ്യതി വൈ ബൃഹത്. ബൃഹത് വർത്തയിഷ്യതി. ബൃഹത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദം. അപ്പൊ വേദത്തെ വർദ്ധിപ്പിക്കുന്നവനായിരിക്കും, വേദത്തെ പ്രവർത്തിപ്പിക്കുന്നവനായിരിക്കും. പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു മന്വന്തരകാലം സപ്തർഷികളുടെ കൂട്ടത്തില് പരശുരാമനുണ്ട്, വ്യാസനുണ്ട്, നമ്മുടെ അശ്വത്ഥാമാവടക്കമുണ്ട്, കൃപൻ വരുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ ആരൊക്കെയോ സപ്തർഷികളായിട്ട് വരും അടുത്ത മന്വന്തരത്തില്. അപ്പൊ അവരുടെ കൂട്ടത്തില് ഇരുന്നു കൊണ്ട് ഓരോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴും കൃതയുഗ ആരംഭത്തിൽ അന്നത്തെ ജനങ്ങൾക്ക് വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യും. ഓരോ ചതുർയുഗങ്ങളിലും ആവർത്തിക്കും. അങ്ങനെ 71 വട്ടം അവര് ഉപദേശിച്ചു കൊടുക്കും. അപ്പോഴേക്കും അവരുടെ മന്വന്തരം കഴിയും, അടുത്ത മന്വന്തരമായി തീരും. അപ്പൊ അങ്ങനെ ഒരു മന്വന്തര കാലം 71 ചതുർയുഗം, 71 പ്രാവശ്യം കൃതയുഗങ്ങളിൽ ഈ വേദങ്ങളെ ഉപദേശിക്കുന്നവരായി ഭവിക്കും. ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും പരശുരാമൻ എന്ന് പരശുരാമന്റെ മഹാത്മ്യം ഒന്നുകൂടെ പറഞ്ഞുറപ്പിച്ചു. ആസ്തയദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡഃ പ്രശാന്തധീഃ ഉപഗീയമാനചരിതഃ സിദ്ധഗന്ധർവചാരണൈഃ. ആസ്തയദ്യാപി മഹേന്ദ്രാദ്രൗ ന്യസ്തദണ്ഡഃ പ്രശാന്തധീഃ ഉപഗീയമാനചരിതഃ സിദ്ധഗന്ധർവചാരണൈഃ. ആസ്തേ അദ്യാപി മഹേന്ദ്രാദ്രൗ. അദ്യാപി ഇന്നും, ഇപ്പോഴും. മഹേന്ദ്രാദ്രൗ ആസ്തേ. മഹേന്ദ്രപർവ്വതത്തിൽ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ന്യസ്തദണ്ഡ, എല്ലാ ആയുധങ്ങളും ദണ്ഡങ്ങളും ഉപേക്ഷിച്ചവനായിട്ട്, ഹിംസയെല്ലാം ഉപേക്ഷിച്ചവനായിട്ട്, പ്രശാന്തധീ, ബുദ്ധിയെ നല്ലതുപോലെ പ്രകർഷേണ ശമമാക്കി ശാന്തമാക്കിക്കൊണ്ട്, കാമാദി ദോഷങ്ങളെല്ലാം വെടിഞ്ഞവനായി, അല്ലെങ്കിൽ രോഷം ദ്വേഷം മുതലായതൊക്കെ വെടിഞ്ഞ് ശുദ്ധഹൃദയനായി അദ്ദേഹം ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഹിംസയെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ഇന്നും തപസ്സനുഷ്ഠിക്കുന്നു. അല്ലെ? അദ്ദേഹം അവസാനം ആയുധമെടുത്തത് ശ്രീരാമസ്വാമിയുടെ മുമ്പിലാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ എന്നുള്ള ആ വെല്ലുവിളിയോടുകൂടി, നീ എന്റെ ഈ വില്ല് കുലയ്ക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ നിന്നെ കൂട്ടത്തോടെ സംഭരിച്ചിടുവനെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രാമൻ ആ വില്ലെടുത്ത് കൊലച്ചതോടുകൂടി തന്റെ ചൈതന്യത്തെ, തന്റെ വൈഷ്ണവ തേജസ്സിനെ മുഴുവൻ രാമന് പകർന്നുകൊടുത്ത ശേഷം തപസ്സിനായിക്കൊണ്ട് അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി. അപ്പൊ ഇന്നും മഹേന്ദ്രപർവ്വതത്തിൽ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. വിളിച്ചാ വരും. ഉപഗീയമാന ചരിത സിദ്ധഗന്ധർവചാരണൈഹി. സിദ്ധന്മാരാലും ഗന്ധർവന്മാരാലും ചാരണന്മാരാലും എല്ലാം അദ്ദേഹത്തിന്റെ ചരിതം ഉപഗീയമാനം, നല്ലതുപോലെ ഗാനം ചെയ്യപ്പെടുന്നു. സ്വർഗാദി ലോകങ്ങളിൽ പോലും പരശുരാമന്റെ കീർത്തി പാടപ്പെടുന്നു എന്നർത്ഥം. ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരഃ
അവതീര്യ പരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. ഏവം ഭൃഗുഷു വിശ്വാത്മാ ഭഗവാൻ ഹരിരീശ്വരഃ അവതീര്യ പരം ഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. ഏവം ഇപ്രകാരം വിശ്വാത്മാ ഭഗവാൻ ഹരി ഈശ്വരഃ, വിശ്വാത്മാവായ വിഷ്ണു ഭഗവാൻ ഹരി, സർവൈശ്വര്യ പരിപൂർണനായ ഈശ്വരനായ ഹരി, ഭൃഗുഷു അവതീര്യ, ഭൃഗുഷു ഭൃഗുവംശത്തിൽ ഭാർഗവരാമനായി അവതരിച്ച് പരംഭാരം ഭുവോഹൻ ബഹുശോ നൃപാൻ. അപ്പോ ഭുവഃ ബഹുശഃ നൃപാൻ ഭാരം പരംഭാരം അഹൻ. നൃപരൂപത്തിലുള്ള രാജാക്കന്മാരുടെ രൂപത്തില് അഥവാ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ രൂപത്തില് ഭൂമിക്ക് ഭാരമായിരുന്ന ആളുകളെ പല പ്രാവശ്യം, ബഹുശഃ എന്നാൽ പല പ്രാവശ്യം, അഹൻ ഭാരം അഹൻ ഭാരത്തെ ഹനിച്ചു, ഭാരത്തെ നശിപ്പിച്ചു. പരംഭാരം, പരം എന്ന് പറഞ്ഞാൽ വലിയ ഭാരമായിരുന്നു ഭൂമിക്ക്. എല്ലാ ഭാരത്തെയും ഉന്മൂലനം ചെയ്തു, ദുഷ്ടന്മാരെ മുഴുവൻ നശിപ്പിച്ചു. ആരാണത്? ഹരി ഈശ്വര, ഭഗവാൻ വിശ്വാത്മ. അപ്പോ ഈ വിശ്വശരീരത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ തന്നെ പരശുരാമനായി അവതരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ പരശുരാമ ചരിതമിതാ ഇവിടെ ഉപസംഹരിച്ചു. 27ാം ശ്ലോകത്തോടുകൂടി പരശുരാമചരിതം കഴിഞ്ഞു. ഇനി വിശ്വാമിത്ര ചരിത്രം കൂടി ബാക്കിയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു. ഗാധേരഭൂത് മഹാതേജാഃ സമിദ്ധൈവ പാവകഃ തപസാ ക്ഷാത്രമുത്സൃജ്യ യോ ലേഭേ ബ്രഹ്മവർച്ചസം. ഗാധേരഭൂത് മഹാതേജാഃ സമിദ്ധൈവ പാവകഃ തപസാ ക്ഷാത്രമുത്സൃജ്യ യോ ലേഭേ ബ്രഹ്മവർച്ചസം. ഗാധേഃ അഭൂത് മഹാതേജാഃ സമിദ്ധൈവ പാവകഃ. ഗാധേഃ ഗാധിയിൽ നിന്ന്, ഗാധിയുടെ മകളായ സത്യവതിയുടെ കഥയാണ് താഴേക്ക് പറഞ്ഞു വന്നത്. ആ സത്യവതി പുത്രനായി ജമദഗ്നിയും ജമദഗ്നി പുത്രനായി പരശുരാമനുണ്ടായ കഥ പറഞ്ഞു. അപ്പൊ ഇനി ആ ഗാധിക്ക് ഈ ഋചീകൻ ജപിച്ച മന്ത്രം കൊണ്ട് ഗാധിയുടെ ഭാര്യ ആ ചരു ഭക്ഷിച്ചിരുന്നു എന്ന് മുമ്പേ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലെ. അപ്പൊ ആ ചരു ഭക്ഷിച്ചത് കൊണ്ട് ബ്രാഹ്മണനായൊരു കുമാരൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഋചീകൻ തന്റെ ഭാര്യയ്ക്ക് സത്യവതിക്ക് വേണ്ടി മന്ത്രം ജപിച്ച് ചരു തയ്യാറാക്കി വെച്ചത്. പക്ഷെ അത് അമ്മ ചോദിച്ച് മേടിച്ച് ഭക്ഷിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഗാധേഹേ അഭൂത്, ഗാധിയിൽ നിന്ന് ഭവിച്ചു. ആരാ ഭവിച്ച്? മഹാതേജാഃ, മഹാതേജസ്വിയായിരിക്കുന്ന സമിദ്ധഃ പാവകഃ ഇവ മഹാതേജാഃ. സമിദ്ധഃ സമ്യക് ഇദ്ധഃ, നന്നായി ജ്വലിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. നന്നായി ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി പോലെ തേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ ഗാധിയിൽ നിന്ന് ജനിച്ചു. അദ്ദേഹമോ തപസാ ക്ഷാത്രമുത്സൃജ്യ യോ ലേഭേ ബ്രഹ്മവർച്ചസം. തപസാ ക്ഷാത്രം ഉത്സൃജ്യ, തപസ്സുകൊണ്ട് തന്റെ ക്ഷാത്ര സ്വഭാവത്തെ വലിച്ചെറിഞ്ഞ് അനേക പരീക്ഷണങ്ങൾ കടന്ന്, വസിഷ്ഠന്റെ പരീക്ഷണങ്ങൾ കടന്ന് അല്ലെ, വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷിയാവണം തനിക്കും എന്ന് കാമിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ തപസ്സുകൊണ്ട് തന്റെ ക്ഷത്രിയ സ്വഭാവത്തെ വെടിഞ്ഞ് ക്ഷാത്രം ഉത്സൃജ്യ യോ ലേഭേ ബ്രഹ്മവർച്ചസം. ആരാണോ ബ്രഹ്മതേജസ് ലഭിച്ചത്, ബ്രാഹ്മണോത്തമനായി തീർന്നത്, ബ്രഹ്മർഷിയായി തീർന്നത്, വിശ്വാമിത്ര മഹർഷിയായി തീർന്നത്, ഗായത്രി മന്ത്രത്തിന്റെ ഉപദേഷ്ടാവായി ദ്രഷ്ടാവായി എന്നും ലോകമോർമ്മിക്കുന്ന ഒരു മഹാത്മാവായി ഭവിച്ചു. വേദമാതാവായ ഗായത്രി മന്ത്രത്തിന്റെ ഋഷി ആരാന്ന് ചോദിച്ചാൽ വിശ്വാമിത്ര ഋഷി.
അപ്പൊ അദ്ദേഹത്തിന്റെ പേര് എന്നും ഓർമ്മിക്കും. പിന്നെ രാമായണം വായിക്കുന്നവരൊക്കെ എന്നും ഓർമ്മിക്കും. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി യാഗരക്ഷ ചെയ്ത് താടകാവധാദികൾ ചെയ്ത് സീതയെ വിവാഹം കഴിപ്പിച്ച് അങ്ങനെയുള്ള അനുഗ്രഹം ചെയ്ത ആ വിശ്വാമിത്ര മഹർഷി ലോകം ഉള്ളിടത്തോളം കാലം വസിഷ്ഠനേക്കാൾ നന്നായിട്ട് ലോകം അറിയും വിശ്വാമിത്രനെ, അല്ലേ? അതുപോലെയുള്ള ഒരു മഹാപുരുഷനായി തീർന്നു. അതാണ് തപസാ ക്ഷാത്രമുത്സൃജ്യയോ ലേഭേ ബ്രഹ്മവർച്ചസം. ആരാണോ ബ്രഹ്മ തേജസ് ലഭിച്ചത്. വിശ്വാമിത്രസ്യ ചൈവാസൻ പുത്ര ഏകശതം നൃപ മധ്യമസ്തു മധുച്ഛന്ദസയേവതേ. വിശ്വാമിത്രസ്യ ചൈവാസൻ പുത്ര ഏകശതം നൃപ മധ്യമസ്തു മധുച്ഛന്ദസയേവതേ. വിശ്വാമിത്രസ്യ ച ഏവ ആസൻ പുത്രാഹ ഏകശതം നൃപ. അല്ലയോ പരീക്ഷിത്ത് രാജാവേ, ഈ വിശ്വാമിത്ര ഋഷിക്ക് അദ്ദേഹം ഋഷിയാവുന്നതിന് മുമ്പ് തന്നെ പൂർവാശ്രമത്തിൽ കൗശികനായിരിക്കെ, ഗാന്ധിപുത്രനായിരിക്കെ, രാജാവായിരിക്കെ വിവാഹിതനായിരുന്നുവല്ലോ. അതിൽ അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. ഏകശതം പുത്രാഹ ആസന്ന്. ഏകശതം ഒരു 100. അതിൽ മധ്യമഹ തു മധുച്ഛന്ദ. ഇവരുടെ 100 പേരിൽ മധ്യമൻ, 51ാമൻ എന്ന് വേണമെങ്കിൽ പറയാം, അവൻ മധുച്ഛന്ദസ് എന്ന പേരുള്ള ആളായിരുന്നു. ആള് മറ്റുള്ളവരെക്കാൾ കേമനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുകയും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടു. മധുച്ഛന്ദസ ഏവ തേ. അവരെല്ലാവരും മധുച്ഛന്ദസഹ ഏവ, എല്ലാവരും മധുച്ഛന്ദസ്സുകൾ എന്ന് അറിയപ്പെട്ടു. നമ്മുടെ എന്താ പറയുക, ഹര്യശ്വന്മാർ, ശബളാശ്വന്മാർ, പ്രചേതസ്സുകൾ എന്നൊക്കെ എല്ലാവരെയും ഒന്നിച്ചു പറഞ്ഞുല്ലോ. അതുപോലെ ഇവിടെ പ്രമുഖനായിട്ടുള്ള ആള് മധ്യമനായ മധുച്ഛന്ദസ് ആയിരുന്നത് കൊണ്ട് എല്ലാവരെയും മധുച്ഛന്ദസ്സുകൾ എന്ന് വിളിച്ചു. ഇപ്പൊ വിശ്വാമിത്രന് 100 മക്കൾ അദ്ദേഹത്തിന് സന്തതികളായിട്ട് ഉണ്ടായിരുന്നു. പിന്നീടും അദ്ദേഹത്തിന് വളർത്തുപുത്രന്മാരായിട്ട് ഉണ്ടാവുന്നുണ്ട്. അവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. പുത്രം കൃത്വാ ശുനശേഭം ദേവരാജം ച ഭാർഗവം ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠ ഏഷ പ്രകൽപ്യതാം. പുത്രം കൃത്വാ ശുനശേഭം ദേവരാജം ച ഭാർഗവം ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠ ഏഷ പ്രകൽപ്യതാം. നമ്മള് ഹരിശ്ചന്ദ്രന്റെ കഥ പറഞ്ഞപ്പോൾ ഹരിശ്ചന്ദ്രന്റെ മകൻ രോഹിതനെ വരുണന് ബലി കൊടുക്കാനായിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഹരിശ്ചന്ദ്രൻ അതിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോയി. മകന് 16 വയസ്സായി. രോഹിതൻ കാര്യം മനസ്സിലാക്കി നാടുവിട്ടുപോയി. പിന്നീട് ഒരു ബ്രാഹ്മണകുമാരനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നു, അല്ലേ? അജീകർത്തൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണന്റെ പുത്രൻ. അതുകൊണ്ടാണ് ഈ ശുനശേബന് ആജീകർത്തൻ എന്നും പേര്. അജീകർത്തന്റെ മകനായതുകൊണ്ട് ആജീകർത്തൻ, പേര് ശുനശേബൻ എന്നായിരുന്നു. പിന്നെ അവന് ദേവരാതൻ എന്നും പേര് വന്നു ചേരുന്നു. ഭൃഗുവംശം, ഈ വിശ്വാമിത്രന്റെ വംശം ഭൃഗുവംശമായതുകൊണ്ട് ഭാർഗവൻ എന്ന പേരും വരുന്നു. അല്ല, വിശ്വാമിത്രന്റെ വംശമല്ല, അവൻ ഭൃഗുകുല ജാതനായതുകൊണ്ട്. അവന്റെ അച്ഛൻ ഭാർഗവ വംശത്തിലായിരുന്നു അജീകർത്തൻ. വിശ്വാമിത്രൻ കുശിക വംശമാണല്ലോ. അപ്പൊ എന്തായാലും ആ കഥ അവിടെ വിട്ടിരുന്നു നമ്മള്. അതിന്റെ ഒരു ചെറിയ തുടർച്ച കൂടിയാണിത്. ശുനശേബന്റെ കഥ പിന്നീട് പറയാമെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ആ ബാക്കി ശുനശേബനെ വീണ്ടും നമ്മൾ ഓർമ്മിക്കുകയാണ്. അപ്പോ ഭാർഗവം ആജീകർത്തം ദേവരാതം ശുനശേബം, എല്ലാം ഒരാൾ തന്നെ. ഭാർഗവം ഭൃഗുവംശജാതൻ, ബ്രാഹ്മണരുടെ കുലത്തിലാണ് ജനിച്ചത്. ആജീകർത്തൻ അജീകർത്തന്റെ പുത്രൻ. ദേവരാതൻ ദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ട ആയുസ്സോട് കൂടിയവൻ. ദേഹത്തിന്റെ ആയുസ്സിനെ ദേവന്മാർ തിരിച്ചുകൂടാതെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ദേവരാതൻ എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ ദേവരാതൻ എന്നൊക്കെ അറിയപ്പെടുന്ന
ശുനശേബം പുത്രം കൃത്വ, ശുനശേബനെ തന്റെ ദത്തുപുത്രനാക്കിയാര് വിശ്വാമിത്രൻ. എന്നിട്ട് മറ്റുള്ള അനുജന്മാരെ അല്ലെങ്കിൽ മറ്റുള്ള മക്കളെ 100 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഏഷഃ ജ്യേഷ്ഠഃ പ്രകല്പ്യതാം ഇതി സുതാനാഹ. തന്റെ സുതന്മാരോട് പറഞ്ഞു, ഇവനെ നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ട് നിങ്ങൾ കൽപ്പിക്കണം, നിങ്ങൾ കരുതണം. അപ്പോ ശുനശേബനെ തന്റെ 100 പുത്രന്മാർ തന്റെ മധുഛന്ദസ്സുകളുടെ മുഴുവൻ ജ്യേഷ്ഠനായിട്ട് കൽപ്പിച്ചു. പക്ഷേ ആ ശുനശേബനെ കുറിച്ച് പറയണ തുടർന്ന്, യോ വൈ ഹരിശ്ചന്ദ്രമഘേ വിക്രീതഃ പുരുഷഃ പശുഃ സ്തുത്വാ ദേവാൻ പ്രജേശാദീൻ മുമുചേ പാശബന്ധനാത്. യോ രാതോ ദേവയജനേ ദേവൈർഗാദിഷു താപസഃ ദേവരാത ഇതി ഖ്യാതഃ ശുനശേബസ്സ ഭാർഗവഃ. ആ ശുനശേബൻ എന്തുകൊണ്ട് ദേവരാതൻ എന്ന് പറയുന്നു എന്നുള്ളത് 2 ശ്ലോകം കൊണ്ട് പറയണം. യോ വൈ ഹരിശ്ചന്ദ്രമഘേ വിക്രീതഃ പുരുഷഃ പശുഃ സ്തുത്വാ ദേവാൻ പ്രജേശാദീൻ മുമുചേ പാശബന്ധനാത്. യോ രാതോ ദേവയജനേ ദേവൈർഗാദിഷു താപസഃ ദേവരാത ഇതി ഖ്യാതഃ ശുനശേബസ്സ ഭാർഗവഃ. ഇപ്പോ യോ വൈ ഏതൊരു ശുനശേബനാണോ ഹരിശ്ചന്ദ്രമകേ വിക്രീതഃ പുരുഷഃ പശുഃ, ഹരിശ്ചന്ദ്രന്റെ വരുണന് കൊടുക്കാനുള്ള മഖത്തിൽ യാഗത്തിൽ പുരുഷഃ പശുവായി വിക്രീതഃ മനുഷ്യ ബലിയായിട്ട് തന്റെ മകനായ രോഹിതന് പകരം ബലി കൊടുക്കാനായിട്ട് വിക്രയം ചെയ്തു. വിക്രയം ചെയ്യുക, അച്ഛന്റെ കയ്യിൽ നിന്ന് വില കൊടുത്തു വാങ്ങിച്ചു. ഈ അജീകർത്തൻ എന്ന ബ്രാഹ്മണന് വേറെയും മക്കളുണ്ടായിരുന്നു. അപ്പോ അതിലൊന്നിനെ ചോദിച്ചു മേടിച്ചു. ആര്? നമ്മുടെ രോഹിതൻ വില കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ രോഹിതൻ വിക്രീതനായിരുന്നു. രോഹിതനാൽ വിക്രീതനായ ശുനശേബൻ പുരുഷ പശുവായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ ബലി കൊടുക്കാൻ പോകുന്നതറിഞ്ഞ്, വരുണനും മറ്റ് ദേവന്മാർക്കും ബലി കൊടുക്കാൻ പോകുന്നതറിഞ്ഞ് സ്തുത്വാ ദേവാൻ പ്രജേശാദീൻ, പ്രജേശൻ ബ്രഹ്മാവ്, പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മദേവനെയും മറ്റു ദേവന്മാരെയും സ്തുത്വാ സ്തുതിച്ചിട്ട് പാശബന്ധനാത് മുമുചേ, ആ യാഗപ്പശുവായി ബന്ധിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മുക്തനായി തീർന്നു. ദേവന്മാർ കരുണ കാണിച്ചുകൊണ്ട് അവനെ മോചിപ്പിച്ചു. ഇവനെ ബലി തന്നില്ലെങ്കിലും ഹരിശ്ചന്ദ്രന് ആ ബലിയുടേതായിട്ടുള്ള ഫലം കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ദേവന്മാര്. അതുകൊണ്ടാണ് യോ രാതോ ദേവയചനേ ദേവൈഹി ഗാദിഷു താപസഃ ദേവരാത ഇതി ഖ്യാതഃ ശുനശേബസ്സ ഭാർഗവഃ. അപ്പൊ സഹ ഭാർഗവഃ ശുനശേബഃ, ആ ഭൃഗുവംശജാതനായ ശുനശേബൻ ദേവരാത ഇതി ഖ്യാതഃ, ദേവരാതൻ എന്ന് ഖ്യാതനായി. എന്തുകൊണ്ട്? ദേവയജനേ ദേവൈഹി ഗാദിഷു യഃ താപസഃ രാതഃ. ദേവയജനത്തിൽ, ദേവന്മാർക്കുള്ള യാഗത്തിൽ ദേവൈഹി, ദേവന്മാർ പ്രസാദിച്ച് ഗാദിഷു എന്ന് പറഞ്ഞാൽ ആ ഗാദി വംശജന്മാരായിട്ടുള്ള വിശ്വാമിത്രാദികൾക്ക് ദാനം ചെയ്യപ്പെട്ടു. വിശ്വാമിത്രന് ദാനം ചെയ്യപ്പെട്ടു എന്നർത്ഥം. യോ രാതഃ താപസഃ. അപ്പൊ ഏതൊരു താപസനാണോ, ഏതൊരു ശുനശേബനാണോ ദേവന്മാരാൽ ദാനം ചെയ്യപ്പെട്ടത്, അയാളുടെ പ്രാണൻ എടുക്കാതെ വിട്ടത്, അതുകൊണ്ട് ദേവരാതഃ ഇതി ഖ്യാതഃ, ദേവരാതൻ എന്ന് പേര് കിട്ടി അദ്ദേഹത്തിന്. ശുനശേബൻ എന്ന ഭാർഗവൻ. അപ്പൊ ആ ശുനശേബന്റെ കഥ പറഞ്ഞിട്ട്, യേ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഃ കുശലം മേനിരേന തദ് അശപത് താൻ മുനിക്രുദ്ധോ മ്ലേച്ഛാഭവത ദുർജനാഃ. യേ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഃ കുശലം മേനിരേന തദ് അശപത് താൻ മുനിക്രുദ്ധോ മ്ലേച്ഛാഭവത ദുർജനാഃ. അപ്പൊ മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ആജീകർത്തം സുതാനാഹ ജ്യേഷ്ഠയേഷ പ്രകല്പ്യതാമെന്ന്. വിശ്വാമിത്രൻ തന്റെ മറ്റു മക്കളോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ ജ്യേഷ്ഠനായിട്ട് കൽപ്പിക്കണം എന്ന്. പക്ഷേ യേ മധുച്ഛന്ദസോ ജ്യേഷ്ഠാഹ, ആ മധ്യമനായ മധുച്ഛന്ദസ്സുകളിൽ, മധുച്ഛന്ദസ്സിന്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ളവർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 50 പേര്, 100 പേരാണല്ലോ മക്കള്. അതിൽ ആദ്യത്തെ 50 പേര് മധുച്ഛന്ദസഃ ജ്യേഷ്ഠാഹ
ന തത് കുശലം മേനിരെ, അത് കുശലമായിട്ട് മനിച്ചില്ല, നല്ലതായിട്ട് കരുതിയില്ല, അവരത് സമ്മതിച്ചില്ല എന്നർത്ഥം. ഞങ്ങൾക്കൊന്നും പറ്റില്ല, എവിടുന്നെങ്കിലും വലിച്ചോണ്ട് കൊണ്ടുവന്നവനെ പിടിച്ച് ഞങ്ങളുടെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മൂത്ത പുത്രന്മാർ 50 പേരും അച്ഛനായ വിശ്വാമിത്രന്റെ ആ ഒരു ആജ്ഞയെ ധിക്കരിച്ചു. അപ്പോ അശപത് താൻ മുനിഹി ക്രുദ്ധ, താൻ അവരെ മുനിഹി ക്രുദ്ധ അശപത്, ക്രുദ്ധനായ മുനി വിശ്വാമിത്ര മുനി അവരെ ശപിച്ചു. എന്താ ശപിച്ചത്? മ്ലേച്ഛാഹ ഭവത ദുർജനാഹ, ദുർജനാഹ ദുഷ്ടജനങ്ങളെ, അച്ഛൻ പറഞ്ഞത് അനുസരിക്കാത്ത ദുഷ്ടജനങ്ങളെ, യൂയം മ്ലേച്ഛാ ഭവത, നിങ്ങൾ മ്ലേച്ഛരായി ഭവിക്കട്ടെ. മ്ലേച്ഛർ എന്നാൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന ഭ്രഷ്ടന്മാരായിട്ടുള്ള, സമൂഹത്തിൽ ഏറ്റവും പ്രാകൃതന്മാരായ വൃത്തികെട്ടവരായി ഭവിക്കട്ടെ നിങ്ങൾ. അല്ലേ? ആഹാരത്തിലൊക്കെ തുപ്പി അതിനെ ഗംഭീരമായി കരുതുന്ന ആളുകളായി മാറട്ടെ നിങ്ങൾ എന്നൊക്കെ ശപിച്ചു. അങ്ങനെയായിരിക്കും ഈ മറ്റ് ദേശവാസികളായിട്ടുള്ള മറ്റ് ഇതൊക്കെ ആയിട്ട് പിന്നീട് തീരുന്നത്. മ്ലേച്ഛന്മാരായി ഭവിച്ചു. സഹോവാച മധുശ്ചന്ദാഹ സാർദ്ധം 50 എന്നോ ഭവാൻ സഞ്ജാനീതേ തസ്മിൻ തിഷ്ഠാമഹേ വയം. സഹോവാച മധുശ്ചന്ദാഹ സാർദ്ധം 50 എന്നോ ഭവാൻ സഞ്ജാനീതേ തസ്മിൻ തിഷ്ഠാമഹേ വയം. സഹോവാച മധുശ്ചന്ദാഹ, മധുചന്ദസ് എന്ന് പറയുന്ന ആ 50 മക്കളുടെ ശേഷമുള്ളവൻ, മധ്യമനായവൻ, അദ്ദേഹം 50 സാർദ്ധം മറ്റ്50 പേരോടുകൂടെ. അപ്പോ ആദ്യത്തെ ജ്യേഷ്ഠന്മാര് നിഷേധിച്ചു, പിന്നെ ബാക്കിയുള്ള 50 പേരോടുകൂടെ ഈ മധുചന്ദസ് എന്ന് പറയുന്ന കേമനായിട്ടുള്ള വിശ്വാമിത്രപുത്രൻ തതഹ സഹ ഉവാച, അവൻ പറഞ്ഞു അച്ഛനോട്, എന്നോ ഭവാൻ സഞ്ജാനീതേ തസ്മിൻ തിഷ്ഠാമഹേ വയം. ഭവാൻ നഹ യത് സഞ്ജാനീതേ, ഭവാൻ വിശ്വാമിത്രനോട് പറയണം, അങ്ങ് നഹ ഞങ്ങളോട് യത് സഞ്ജാനീതേ, ഏതൊന്നിനെ ആജ്ഞാപിക്കുന്നുവോ സംജ്ഞാപിക്കുന്നുവോ അതിനെ തസ്മിൻ വയം തിഷ്ഠാമഹേ, അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നോളാം, അങ്ങ് പറഞ്ഞതിനെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് വിശ്വാമിത്രനോട് മധുചന്ദസ്സും ബാക്കിയുള്ള അനുജന്മാരും സമ്മതം കൊടുത്തു. അച്ഛനെ ബഹുമാനിച്ചു. അപ്പോഴോ അച്ഛൻ അവരെയൊക്കെ അനുഗ്രഹിച്ചു എന്ന് തുടർന്ന് പറയുകയാണ്. ജ്യേഷ്ഠം മന്ത്രദൃശം ചക്രുഹു ത്വാം അന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രസുതാനാഹ വീരവന്തോ ഭവിഷ്യത യേ മാനം മേ അനുഗൃഹന്തോ വീരവന്തം അകർത്തമാം. ജ്യേഷ്ഠം മന്ത്രദൃശം ചക്രുഹു ത്വാമന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രസുതാനാഹ വീരവന്തോ ഭവിഷ്യത യേ മാനം മേ അനുഗൃഹന്തോ വീരവന്തമകർത്തമാം. ജ്യേഷ്ഠം മന്ത്രദൃശം ചക്രുഹു, മന്ത്രദൃശം ജ്യേഷ്ഠം ചക്രുഹു. ഇവിടെ ആജീകർത്തനായ ശുനശേബനെ, അയാളാണ് മന്ത്രദൃഷ്ടാവാണ്, അയാൾ ഒരു ഋഷിയാണ്. അപ്പൊ ശുനശേബൻ എന്ന ഋഷിയെ, മന്ത്രദൃഷ്ടാവായ ഋഷിയെ ജ്യേഷ്ഠം ചക്രുഹു, ജ്യേഷ്ഠനാക്കി ചെയ്തു. ആര്? ഇവരെല്ലാവരും കൂടി ചെയ്തു എന്നാണ് ചക്രുഹു എന്ന് പറഞ്ഞാൽ അർത്ഥം. ആ മധ്യമപുത്രനായ മധുചന്ദസ്സും ബാക്കി 50 പേരും കൂടി ആ മന്ത്രദൃഷ്ടാവായ അദ്ദേഹത്തെ ജ്യേഷ്ഠനാക്കി ചെയ്തു, ജ്യേഷ്ഠനെന്ന് അംഗീകരിച്ചു എന്നർത്ഥം. ത്വാം വയം അന്വഞ്ചഃ സ്മഹി, അവരെല്ലാം കൂടി ഏട്ടനോട് പറഞ്ഞു, ജ്യേഷ്ഠനാക്കി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ത്വാം അങ്ങയെ, വയം ഞങ്ങൾ, അന്വഞ്ചഃ സ്മഹി, അന്വഞ്ചഃ എന്ന് പറഞ്ഞാൽ അനുഗമിക്കുന്നവരായി ഭവിക്കും. We will follow you.
യു ലീഡസ് വി വിൽ ഫോളോ യു എന്നുള്ള അർത്ഥത്തില് വയം അന്നഞ്ചഹ സ്മഹി, ഞങ്ങൾ അനുഗമിക്കുന്നവരായി ഭവിക്കും എന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു. ആ ശുനശേബനോട് ബാക്കിയുള്ളവർ പറഞ്ഞു. അപ്പോഴോ ഇദ്ദേഹം സന്തോഷിച്ചു, വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ തന്റെ 50 മക്കളെയും അനുഗ്രഹിച്ചു. അതാണ് മേ മാനം അനുഗൃണ്ണന്തഃ യേ മാം വീരവന്തം അകർത്ത യൂയം വീരവന്തഃ ഭവിഷ്യത ഇതി വിശ്വാമിത്രഃ സുതാനാഹ. വിശ്വാമിത്രഃ സുതാൻ ആഹ. വിശ്വാമിത്രൻ തന്റെ മക്കളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? വീരവന്തോ ഭവിഷ്യത, നിങ്ങളും വീരവാന്മാരായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, വീരവാന്മാരെന്ന് പറഞ്ഞാൽ വീരന്മാരായ പുത്രന്മാരെ ജനിപ്പിക്കുന്നവരായി ഭവിക്കട്ടെ. നല്ല വീരന്മാരായ പുത്രന്മാർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അങ്ങനെ നിങ്ങളുടെ യശസ് പരക്കട്ടെ എന്നുള്ള അർത്ഥത്തില് നിങ്ങൾ വീരവാന്മാരായി വീരപുത്രന്മാരുള്ളവരായി ഭവിച്ചാലും. കാരണം മാനമേ അനുഗൃണ്ണന്തഃ, ഏതൊരു നിങ്ങളാണോ എന്റെ മാനത്തെ അനുഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ, എനിക്ക് 100 മക്കളുണ്ടായിട്ട് 100ഉം തലതിരിഞ്ഞു പോയി എന്ന് നാട്ടുകാര് പറഞ്ഞാൽ എത്ര മോശമാണ്. അപ്പൊ എന്റെ മാനത്തെ രക്ഷിച്ചവരാണ് നിങ്ങൾ, എന്റെ ആജ്ഞയെ ശിരസാ വഹിച്ചവരാണ് നിങ്ങൾ, എന്നെ നല്ല പുത്രന്മാരുള്ളവനാക്കി മാറ്റി. അപ്പൊ ഞാനും വീരപുത്രനായി ഭവിച്ചു. അതാണ് വീരവന്തം അകർത്ത മാം, മാം എന്നെ നിങ്ങൾ വീരവന്തം അകർത്ത, വീരന്മാരായ പുത്രന്മാരുള്ളവനാക്കി ചെയ്തു. യു മെയ്ഡ് മീ എ പ്രൗഡ് ഫാദർ. നല്ല വീരന്മാരായ മക്കളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരു പിതാവാക്കി നിങ്ങൾ എന്നെ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെയുള്ള മക്കളുണ്ടാകും. അങ്ങനെ നിങ്ങളും നല്ല മക്കളെ പ്രസവിക്കുന്നവരായി ജനിപ്പിക്കുന്നവരായി ഭവിക്കും. അപ്പോ എന്താ പറയുക, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നല്ല സന്തതികള് നമുക്കുണ്ടാവുള്ളൂ. നമ്മളും പിതൃക്കൾ പറയുന്നതനുസരിച്ച്, മാതാപിതാക്കളും മറ്റും പറയുന്നതനുസരിച്ച് അവരെ സന്തോഷിപ്പിച്ചാൽ അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മക്കളും നമ്മളെ അനുസരിക്കുന്നവരായി തീരും എന്നുള്ള ആ ഒരു ധർമ്മത്തെ ഇവിടെ അതിലൂടെ സൂചിപ്പിച്ചു. അപ്പോ എന്റെ മാനം രക്ഷിച്ച, എന്നെ വീരവാനാക്കിയ, വീരവാന്മാരായ പുത്രന്മാരുള്ളവനാക്കിയ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല പുത്രന്മാർക്ക് പിതാക്കളായി ഭവിക്കും. ഇങ്ങനെ അനുഗ്രഹിച്ചു. ഏഷവ കുശികാവീരോ ദേവരാതസ്തമന്വിത അന്യേ ചാഷ്ടകഹാരീത ജയക്രതുമദാദയഃ. ഏഷവ കുശികാവീരോ ദേവരാതസ്തമന്വിതഃ അന്യേ ചാഷ്ടകഹാരീത ജയക്രതുമദാദയഃ. അപ്പോ ഇവിടെ കുശിക എന്നുള്ളത് സംബോധനയാണ്. ഹേ കുശികാഹ, അല്ലയോ കുശിക വംശത്തിൽ ജനിച്ച മക്കളെ. മധുഛന്ദസ് മുതലായവരെ സംബോധന ചെയ്യുന്നതാണ് കുശികാഹ, കുശിക വംശത്തിൽ ജനിച്ചവരെ. വീരഹ യേഷഹ ദേവരാതഃ വഹ, ഈ വീരനായ ദേവരാതൻ നിങ്ങളുടേതാകുന്നു. ഈ ജ്യേഷ്ഠൻ നിങ്ങളുടെ സ്വന്തമാകുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവനാകുന്നു. തം അന്വിത, തം അന്വിത, അവനെ നിങ്ങൾ അനുഇത, പിന്നാലെ പോകൂ, അവനെ ഫോളോ ചെയ്യൂ, അവനെ അനുഗമിക്കൂ എന്നർത്ഥം. അപ്പൊ ഇവനെ നിങ്ങൾ അനുഗമിക്കുവിൻ. അന്യേ അഷ്ടകഹാരീത ജയക്രതുമദാദയഃ. ഇനി വേറെയും ചില പുത്രന്മാർ വിശ്വാമിത്രന് ഉണ്ടായി. അവരാണ് അഷ്ടകൻ, ഹാരീതൻ, ജയൻ, ക്രതുമാൻ മുതലായവർ. അന്യേച്ച അഷ്ടക ഹാരീത ജയ ക്രതുമത് എന്ന് പറഞ്ഞാൽ ക്രതുമാൻ പുല്ലിംഗത്തിൽ പറയാം. അപ്പൊ ക്രതുമാൻ മുതലായവർ അദ്ദേഹത്തിന് പുത്രന്മാരായി ഭവിച്ചു. ശുനശേബന് പുറമെ പിന്നെയും പുറത്ത് 100 മക്കളുടെ പുറമെ അഷ്ടകൻ, ഹാരീതൻ, ജയൻ, ക്രതുമാൻ മുതലായവർ മക്കളുണ്ടായി. പിന്നെ മേനകയില് ശകുന്തള എന്ന മകളുണ്ടായി, അല്ലെ? ആ ശകുന്തളയിൽ നിന്നാണ്
ഭരതവംശം ഉത്ഭവിക്കുന്നത്. അപ്പോൾ വിശ്വാമിത്രന്റെ കോൺട്രിബ്യൂഷൻ ഭരതവംശത്തെ തന്നെയാണ്, അല്ലെ? ശകുന്തള എന്ന നല്ലൊരു അമ്മയെ സംഭാവന ചെയ്ത് ദുഷ്യന്ത പത്നിയാക്കി. ആ ദുഷ്യന്തനും ശകുന്തളയ്ക്കും കൂടി മഹാനായ ഭരതനുണ്ടായി. ആ ഭരതന്റെ വംശം മഹാഭാരതം, കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെയുള്ള ആ മഹാഭാരത വംശം. ആ വംശത്തിലാണ് ആര്? നമ്മുടെ പരീക്ഷിത്ത് കഥാനായകൻ. അപ്പൊ പരീക്ഷത്തിന്റെ ഒരു ഒരു എന്താ പറയുക, മാതാമഹൻ എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ സ്ഥാനമാണ് വിശ്വാമിത്രനുള്ളത് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഒരു മുതുമുത്തശ്ശിയായിരുന്നല്ലോ ശകുന്തള, ആ മുതുമുത്തശ്ശിയുടെ അച്ഛൻ. അപ്പൊ ഏവം കൗശികഗോത്രം തു വൈശ്വാമിത്രൈഃ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധി ചൈവം വികൽപ്പിതം. ഏവം കൗശികഗോത്രം തു വൈശ്വാമിത്രൈഃ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധി ചൈവം വികൽപ്പിതം. ഏവം കൗശികഗോത്രം തു വൈശ്വാമിത്രൈഃ പൃഥഗ്വിധം. ഏവം ഇപ്രകാരം കൗശികഗോത്രം, കുശികന്മാരുടെ ആ സമൂഹം, ആ ഗോത്രം, കുലം, വൈശ്വാമിത്രൈഃ വിശ്വാമിത്രന്റെ പുത്രന്മാരാൽ പൃഥഗ്വിധം. പൃഥഗ്വിധം നാനാവിധം എന്ന് പറഞ്ഞാൽ 50 പേര് നശിച്ചു, ഭ്രഷ്ടന്മാരായി, മ്ലേച്ഛന്മാരായി തീർന്നു, അല്ലെ? മറ്റൊരു വളർത്തുപുത്രനെ ശുനശേപനെ ജ്യേഷ്ഠനാക്കി, ബാക്കിയുള്ളവര് അനുയായികളാക്കി മാറ്റി. ഇങ്ങനെ പല വിധത്തില് ഈ കൗശിക ഗോത്രം ഭവിച്ചു. പൃഥഗ്വിധം തത് പ്രവരാന്തരം ആപന്നം വികൽപ്പിതം. അത് പിന്നീട് ആ ശുനശേപന്റെ പിന്തുടർച്ചകളായി വികൽപ്പിക്കപ്പെട്ടു എന്നർത്ഥം. കൗശികന്മാർ ദേവരാധ പ്രധാനികളായി ഭവിച്ചു എന്നർത്ഥം. ദേവരാധൻ എന്ന അദ്ദേഹത്തിന്റെ പിന്തുടർച്ചകളായി മാറി, ആ ദേവരാധ പ്രധാനികളായി മാറി. വികൽപ്പിതം പ്രവരാന്തരം ആപന്നം. കൗശിക വംശം അതോടുകൂടി കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ ദേവരാധ വംശം ആരംഭിക്കുകയാണ്. കുശികന്മാരുടെ ജനുസിൽ നിന്നല്ലല്ലോ, വളർത്തുപുത്രനായ ദേവരാധനിൽ നിന്നാണ് പ്രവരാന്തരം എന്ന് പറഞ്ഞത്. ശ്രേഷ്ഠനായ മറ്റൊരാളെ നേതൃത്വത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവരൊന്ന് വഴിമാറി ഒഴുകി, ഒരു പേര് മാറി ഒഴുകിയ കുലം ഗോത്രം വികൽപ്പിതമായി ഭവിച്ചു, ദേവരാധ പ്രധാനികളായി ഭവിച്ചു. ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചന്ദ്രവംശ കഥ തുടരുകയാണ്. പുരൂരവസിന്റെ 5 മക്കളുടെ സന്തതി പരമ്പരകളെ കുറിച്ച് സൂചിപ്പിച്ചു. അതിൽ വിജയന്റെ പരമ്പരയാണ് വിസ്തരിച്ച് ഇപ്പൊ കണ്ടത്. അതിൽ പരശുരാമ ചരിതവും വിശ്വാമിത്ര ചരിതവും ഒക്കെ വർണ്ണിച്ചു. ഇനി 17-ാം അധ്യായം പുരൂരവസിന്റെ പുത്രനായ ആയുഹു, ആയുസ്സിന്റെ പുത്രന്മാരായ നഹുഷൻ, ക്ഷത്രവൃദ്ധൻ, രജി, രംഭൻ, വീര്യവാൻ മുതലായ ആ മക്കളുടെ കഥയായിട്ട് തുടരുകയാണ്. അതിലാണ് യയാതിയുടെ ചരിത്രമായിട്ട് ഇനി അടുത്ത അധ്യായത്തിൽ പറയും. 18-ാം അധ്യായത്തിൽ യയാതി ചരിതം. ആ യയാതിയുടെ കഥ തിരി വിസ്തരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യയാതിയുടെ പുത്രന്മാരുടെ വംശം, 5 പേരാണ് യയാതിക്ക് പുത്രന്മാര്. ആ 4 പേരുടെ ആദ്യം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 3 പേരുടെ ആദ്യം പറഞ്ഞ് പിന്നെ പൂരു എന്ന മകന്റെ വംശം പറയും. അതിനും ശേഷമാണ് യദു എന്ന വംശം അവസാനം പറയുന്നത്. അതെന്താ വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം യദുവംശത്തിലാണ്. അപ്പൊ ആ വംശത്തെ അവസാനം പറയുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ദശമസ്കന്ധം. നമുക്ക് നാളെ തുടരാം. നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഓം ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ വിശ്വാമിത്രാന്വയ നിരൂപണം നാമ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഇന്ന് 23-ാം തീയതി അല്ലേ? 24, 25, 26, 27 ഇനി 4 ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നീട് പൂനെ സപ്താഹം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നത്തെ ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അതും ഉടനെ തന്നെ കർക്കിടക മാസമാവും, തിരക്കുകൾ വരും, ക്ലാസ്സുകൾ പലപ്പോഴും മുടങ്ങും. എന്തായാലും ചിങ്ങമാസത്തിൽ ഭഗവാന്റെ അവതാരം നമ്മൾ ആഘോഷിച്ചിരിക്കും അല്ലേ? ചിങ്ങമാസം ആരംഭിക്കുമ്പോഴേക്കും ഭഗവാന്റെ അവതാരത്തിലേക്ക് എടുക്കും. ശ്രീകൃഷ്ണാവതാരം. ഓം ഹരി ഓം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭരാത്രി, സുഖനിദ്ര. നാളെ 11 മണിക്ക് വീണ്ടും കാണാം.